Solid state എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അതിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. Okay, first question. Teacher, explain the stoichiometric defects in a classroom. A. Explain with the help of diagrams the important differences in Schottky and Frenkel defects. Schottky defect indeyum Frenkel defect indeyum idu രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നത് ഡയഗ്രാം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് സീ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദി ടു. Schottky defect എന്ന് പറഞ്ഞാൽ it is arising due to the missing of equal number of anions and cations from the lattice side. അപ്പോൾ ഇതാണ് ഷോട്ട്കി ഡിഫക്റ്റിന്റെ ഡയഗ്രാം. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ലാറ്റിസ് സൈറ്റിൽ ഒരു കാറ്റയോൺ ഉണ്ടാവണമായിരുന്നു, അതുപോലെ തന്നെ ഈ ഒരു ലാറ്റിസ് സൈറ്റിൽ ഒരു ആനയോണും ഉണ്ടാവണമായിരുന്നു. ഇത് രണ്ടും ആ സൈറ്റിൽ നിന്ന് മിസ്സിംഗ് ആയിരിക്കുകയാണ്. മാത്രമല്ല ഈക്വൽ നമ്പറിൽ ഒരു ആനയോണും ഒരു കാറ്റയോണുമാണ് ഇവിടെ മിസ് ആയിട്ടുള്ളത്. സോ ഇങ്ങനെ ഉള്ള ഒരു വേക്കൻസി ഡിഫക്റ്റ് ആണ് ഷോട്ട്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then Frenkel defect ആണെങ്കിലോ it's arising due to the misplacing of a cation from the lattice site to the interstitial site. Lattice site ൽ നിന്ന് interstitial സൈറ്റിലോട്ട് ഒരു cation misplace ആവുന്നതിന്റെ കാരണത്താൽ അറൈസ് ചെയ്യുന്ന ഡിഫക്റ്റ് ആണ് Frenkel defect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എവിടെ നിന്നാണോ കാറ്റയോൺ മിസ് ആവുന്നത്, എവിടെ നിന്നാണോ കാറ്റയോൺ മിസ്പ്ലേസ് ആവുന്നത്, അവിടെ നമുക്കൊരു വേക്കൻസി ഡിഫക്റ്റും എങ്ങോട്ടാണോ പോകുന്നത് അവിടെ നമുക്കൊരു ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും കിട്ടും. സോ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിന്റെയും വേക്കൻസി ഡിഫക്റ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ആക്ച്വലി Frenkel ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷോട്ട്കി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അയോണിക് ക്രിസ്റ്റൽസിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് വേക്കൻസി ഡിഫക്റ്റ് ആണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ് ഈസ് Schottky defect decreases the density of the solid. Solid ന്റെ ഡെൻസിറ്റി Schottky defectല് കുറയും. എന്തുകൊണ്ടാണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണല്ലോ. അപ്പോൾ പെർ വോളിയത്തില് ചില കാറ്റയോൺസും ആനിയോണും മിസ് ആയി പോകും. സോ ഇതിന്റെ ടോട്ടൽ പെർ വോളിയം മാസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഡെൻസിറ്റി കൂടെ കുറയുന്നത്. എന്നാ Frenkel ഡിഫക്റ്റിലാണെങ്കിലോ നോ ചേഞ്ച് ഇൻ ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്. സോളിഡിന്റെ ഡെൻസിറ്റിയിൽ Frenkel ഡിഫക്റ്റിന്റെ കേസിൽ ഒരു ചേഞ്ചും വരുന്നില്ല. അതെന്തുകൊണ്ടാ? ഇതിന്റെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ്പ്ലേസ് ആകുന്ന കാറ്റയോൺ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇത് സോളിഡിന്റെ ഈ ഒരു ക്രിസ്റ്റലിന്റെ പുറത്തോട്ട് പോകുന്നില്ല. ഇതിൽ തന്നെ മിസ്പ്ലേസ് ആയിട്ട് ഉണ്ടാവേണ്ടിയിരുന്ന സൈറ്റിൽ നിന്ന് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്നു എന്നേ ഉള്ളൂ. സോ ഇതിന്റെ ടോട്ടൽ മാസിന് മാറ്റം വരുന്നില്ലാത്തത് കൊണ്ട് അതിന്റെ ഡെൻസിറ്റിയിലും ചേഞ്ച് വരുന്നില്ല. ഓക്കെ, then Schottky defect, it is shown by ionic crystals in which the anionic and cationic sizes are almost equal. Anionindeyum cationindeyum size almost equal ആയിട്ടുള്ള ionic crystals-ലാണ് Schottky defect കാണുന്നത്. ലൈക്ക് NaCl, KCl, ഇങ്ങനെ ആനയോണും കാറ്റയോണും തമ്മിൽ ഏകദേശം ഒരു സിമിലർ സൈസ് വരുന്ന ടൈപ്പ് ഓഫ് ionic crystals-ലാണ് Schottky defect ഉണ്ടാവുക. Then Frenkel defect ആണെങ്കിലോ it is shown by ionic solids in which there's a large difference in size of the ions. അയോൺസിന്റെ സൈസിൽ നല്ലൊരു വ്യത്യാസമുള്ള, അതായത് വളരെ ചെറിയ കാറ്റയോണും വളരെ വലിയ ആനയോണും ഇങ്ങനെ വരുന്ന കേസസിലാണ് മെയിൻ ആയിട്ട് നമുക്ക് Frenkel ഡിഫക്റ്റ് കാണുന്നത്. സോ ഇൻ അയോണിക് ക്രിസ്റ്റൽസ് ലൈക്ക് AgBr, AgI, we can observe Frenkel defect in this kind of ionic solids. Then what are the consequences? അതാണ് question B. Frenkel ഡിഫക്റ്റിന്റെയും Schottky ഡിഫക്റ്റിന്റെയും കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? സോ Schottky ഡിഫക്റ്റിന്റെ ഒരു കോൺസിക്വൻസ് നമ്മൾ ഓൾറെഡി കണ്ടു, ദാറ്റ് ഇറ്റ് ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്. Frenkel ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റിയിൽ വലിയ മാറ്റമൊന്നുമില്ല. ദെൻ Schottky ഡിഫക്റ്റ് ആണെങ്കിലും Frenkel ഡിഫക്റ്റ് ആണെങ്കിലും രണ്ടാണെങ്കിലും ബോത്ത് Schottky ആൻഡ് Frenkel ഡിഫക്റ്റ് ഇൻക്രീസസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ സോളിഡ്. സോളിഡിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതിന്റെ കാരണം എന്താ? ഈ വേക്കന്റ് ആയിട്ടുള്ള ലാറ്റിസ് സൈറ്റ്സ് ഇല്ലേ, ഇതിനെ നമ്മൾ ഹോൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ ഈ ഹോളിലോട്ട് അതിന്റെ നൈബറിങ് അയോണിന് വന്ന് നിൽക്കാൻ കഴിയും. അങ്ങനെ ഈ അയോണിന്റെ മൂവ്മെന്റ് കുറച്ചും കൂടി ഫെസിലിറ്റേറ്റഡ് ആവുന്നത് കൊണ്ടാണ് ഇതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈ ഡിഫക്ട്സ് വരുമ്പോൾ കൂടുന്നത്. Okay, let's move on to the next question. Question 2.
What are point defects? Point defects എന്ന് പറഞ്ഞാൽ എന്താണ്? Explain the non-stoichiometric point defects in ionic crystals. So main ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ഉണ്ടാവും. ഒന്ന് പോയിന്റ് ഡിഫക്റ്റ്, ദെൻ ലൈൻ ഡിഫക്റ്റ് എന്ന് പറയും. ലൈൻ ഡിഫക്റ്റ് അതായത് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിഫക്റ്റ് അറൈസിംഗ് ഡ്യൂ ടു ദ മിസ്സിംഗ് ഓർ മിസ്പ്ലേസിംഗ് ഓഫ് ആൻ ആറ്റം ഫ്രം ദ ലാറ്റിസൈറ്റ്. ഒരു ലാറ്റിസൈറ്റിൽ നിന്ന് ഒരു ആറ്റം മിസ്പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ മിസ് ചെയ്യുമ്പോൾ അതിന്റെ കാരണത്താൽ അറൈസ് ചെയ്യുന്ന ഡിഫക്റ്റ് ആണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ചില പോയിന്റുകളിൽ മാത്രം സെന്റേർഡ് ആയിട്ട് കാണുന്ന ഡിഫക്റ്റുകളാണ്. ബട്ട് ലൈൻ ഡിഫക്റ്റ് ആണ് എങ്കിൽ ഇത് ഒരു ചെറിയ ചെറിയ പോയിന്റുകളിലല്ല, ഒരു എൻറ്റയർ ക്രിസ്റ്റലിന്റെ ഒരു എൻറ്റയർ റോയിലോ കോളത്തിലോ മൊത്തമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ആണ് ലൈൻ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഡിഫക്ട്സും പോയിന്റ് ഡിഫക്ട്സ് ആണ്. സോ പോയിന്റ് ഡിഫക്ട്സ് തന്നെ 3 ടൈപ്സ് ഉണ്ട്. അതിലൊന്നാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്, രണ്ടാമത്തത് ഇംപ്യൂരിറ്റി ഡിഫക്ട്, ആൻഡ് മൂന്നാമത്തതാണ് നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്ട്. നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്ട് എന്താണ് എന്നതാണ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് സീ non-stoichiometric point defects. These are the point defects which change the stoichiometry of a solid. ഒരു സോളിഡിന്റെ സ്റ്റോഷിയോമെട്രി ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പോയിന്റ് ഡിഫക്ട്സിനെയാണ് നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്ട്സ് എന്ന് പറയാം. These defects are of 2 types. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, ദെൻ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്താണെന്ന് കാണാം. Here the number of cations is greater than the number of anions in the crystal lattice. Okay, അപ്പോൾ നമുക്കറിയാം ഒരു അയോണിക് ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിലെ കാറ്റയോൺ മെയിൻലി ഒരു മെറ്റലും ആനിയോൺ ഒരു നോൺ മെറ്റലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാറ്റയോണിന്റെ എണ്ണം കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ആനിയോൺസ് എന്ന് പറയുമ്പോൾ അവിടെ മെറ്റൽ എക്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെ നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്ട് എന്ന് പറയാം. ഇത് 2 രീതിയിൽ അറൈസ് ചെയ്യാം. ഒന്ന് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. ആനിയോൺ വേക്കൻസി വരുമ്പോൾ മെറ്റലിന്റെ അതായത് കാറ്റയോണിന്റെ എണ്ണം കൂടാം. ആൻഡ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ അറ്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ എക്സ്ട്രാ കാറ്റയോൺ വരുന്നത് കാരണം നമുക്ക് എന്തുണ്ടാവാം? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാവാം. ലൈക്ക് സെഡനോയിലോ എല്ലാം നമ്മൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, ദെൻ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട്. ഹിയർ നമ്പർ ഓഫ് കാറ്റയോൺസ് ഈസ് സ്മോളർ ദാൻ ദ നമ്പർ ഓഫ് ആനിയോൺസ്. കാറ്റയോൺസിന്റെ നമ്പർ ആനിയോൺസിന്റെ നമ്പറിനേക്കാളും ചെറുതാണ്, അതായത് മെറ്റൽ ഡെഫിഷ്യന്റ് ആണ്. ദിസ് ഈസ് മെയിൻലി അറൈസസ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസീസ്. കാറ്റയോൺ വേക്കൻസീസ് കാരണമാണ് മെയിൻ ആയിട്ട് ഇത് അറൈസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് FeO ഒക്കെ പറയാം. ലൈക്ക് ഇത് സ്റ്റോഷിയോമെട്രിക് പ്രൊപ്പോർഷനിലാണുള്ളതുണ്ടെങ്കിൽ ഒരു Fe ഉള്ളിടത്ത് ഒരു ഓക്സിജൻ, ഈ ഒരു പ്രൊപ്പോർഷനിലായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ ക്രിസ്റ്റൽ എടുത്ത് നോക്കുമ്പോൾ Fe 0.95O1 എന്ന ഒക്കെ ഒരു സ്റ്റോഷിയോമെട്രിയിലാണ് ഇത് കാണുന്നത്. അതായത് നമുക്ക് ഒരു ഓക്സിജൻ ഉണ്ടെങ്കിൽ, ഒരു ഓക്സിജൻ ആറ്റം ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.95 Fe നമുക്കവിടെ കാണാൻ കഴിയുന്നുള്ളൂ. അതായത് ഇതിന്റെ സ്റ്റോഷിയോമെട്രിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിലാണ് ഈ കാറ്റയോണും ആനിയോൺ നിൽക്കുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് ഇങ്ങനെ സ്റ്റോഷിയോമെട്രി തന്നെ മാറുന്ന ടൈപ്പ് ഓഫ് ഡിഫക്ട്സിനെയാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Defects are found even in crystals prepared very carefully. വളരെ കെയർഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്ത ക്രിസ്റ്റൽസിൽ പോലും നമുക്ക് ഡിഫക്ട്സ് കാണാൻ കഴിയും. Which stoichiometric defect causes decrease in density of the solid? സോളിഡിന്റെ ഡെൻസിറ്റി കുറക്കുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഏതാണ്? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്കറിയാം ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേക്കൻസി ഡിഫക്റ്റ് എന്നും എഴുതാം. ഓക്കെ, ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് വേക്കൻസി ഡിഫക്റ്റ് ആണ്. വേക്കൻസി ഡിഫക്റ്റ് അയോണിക് ക്രിസ്റ്റലും നോൺ അയോണിക് ക്രിസ്റ്റൽസിനും കാണാം. പക്ഷേ ഷോർട്ട് ഡിഫക്റ്റ് അയോണിക് ക്രിസ്റ്റൽസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുക. ഓക്കെ, സോ ഫ്രംഗൽ ഡിഫക്റ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ NaCl. NaCl നമ്മൾ ഫ്രംഗൽ ഡിഫക്റ്റ് കാണാറില്ല. വൈ? എന്തുകൊണ്ടാണ് ഫ്രംഗൽ ഡിഫക്റ്റ് NaCl ഇല്ലാത്തത്? സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫ്രംഗൽ ഡിഫക്റ്റ് എപ്പോഴാണ് കാണാം? കാറ്റയോണും ആനിയോണും സൈസിൽ വലിയ വ്യത്യാസമുള്ളപ്പോൾ മാത്രമാണ് ഫ്രംഗൽ ഡിഫക്റ്റ് കാണുന്നത്. പക്ഷെ NaCl കേസിലോ കാറ്റയോൺ ആനിയോൺ സൈസസ് സിമിലർ ആണ്. സോ
Frenkel defect is shown by ionic solids in which there's a large difference in the size of the cations and anions. In NaCl, the size of cation is almost similar to the size of anion. So it does not show Frenkel defect. Natha explain it. Okay, question C. Explain the pink color of LiCl when heated in the vapor of lithium. So lithium vapor LiCl crystal എടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിലൊരു pink color develop ചെയ്യുന്നത് കാണാം. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചത്. Okay, so this is due to the formation of F center. F centers form ചെയ്യുന്നത് കൊണ്ടാണ് കളർ വരുന്നത്. അപ്പോൾ F center എന്ന് പറഞ്ഞാൽ എന്താ? Let's see. When LiCl is heated in an atmosphere of lithium vapor atmosphere LiCl ne heat ചെയ്യുമ്പോൾ some lithium atoms are deposited at the surface of the crystal. Crystalline surface il ee vapor lithium vapor ilulla korchu lithium atoms endu cheyum crystalline surface il vannittu deposit cheyum. Appo crystalline lattice crystal lattice il namukku Li plus um Cl minus um ions undallo. So adilulla korchu Cl minus ions diffuse to the surface of the crystal and combines with lithium atom to form LiCl. അങ്ങനെ സർഫേസിൽ പോയി കിടക്കുന്ന lithium atom ആയിട്ട് കമ്പൈൻ ചെയ്യാൻ ഈ ലാറ്റിസിന്റെ ഉള്ളിൽ നിന്ന് ക്ലോറൈഡ് അയോൺസ് പുറത്തോട്ട് പോകും. അങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇത് സർഫേസിലുള്ള ലിഥിയം പ്ലസ് Cl മൈനസ് അങ്ങനെ LiCl ഫോം ചെയ്യും. അപ്പോൾ ലിഥിയം ഒരു ഇലക്ട്രോണിനെ പുറത്തു വിടുന്നുണ്ടല്ലോ, ആ ഇലക്ട്രോൺ ഇവിടെ ഇങ്ങനെ കിടക്കും. So the electron so formed diffuses into the crystal and occupies the anion vacancy. ഇവിടുന്ന് Cl minus ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു anion vacancy ഉണ്ടാവും. ആ വേക്കൻസി എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ വന്നിട്ട് ഓക്യുപ്പൈ ചെയ്യും. ഇങ്ങനെ ഇലക്ട്രോൺസ് വന്നിട്ട് ഓക്യുപ്പൈ ചെയ്യുന്ന ആ സെന്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എഫ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് സെന്റേഴ്സിന് വിസിബിൾ ലൈറ്റിന്റെ ചില പോർഷൻസ് അബ്സോർബ് ചെയ്യാനും എക്സൈറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. സോ അതിന്റെ കാരണത്താലാണ് ആ ക്രിസ്റ്റലില് കളേഴ്സ് ഫോം ചെയ്യുന്നത്. സോ LiCl ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പിങ്ക് കളറാണ് ഫോം ചെയ്യുക. NaCl ആയിരുന്നു എങ്കിൽ NaCl എണ്ണയുടെ അറ്റ്മോസ്ഫിയറിൽ ചൂടാക്കുകയാണെങ്കിൽ അതൊരു യെല്ലോ കളർ ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question 4. Schottky and Frenkel defects are two stoichiometric defects shown by crystal. Crystal കാണുന്ന രണ്ട് type of stoichiometric defects ആണ് Schottky Frenkel defect. Okay, classify the crystals into those showing Schottky defect and Frenkel defect. So Schottky defect ഉം Frenkel defect ഉം കാണുന്നതായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. So it's important that you know some examples of each. Okay, അങ്ങനെയാണെങ്കിൽ നമുക്കത് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാണ്ടെങ്കിൽ ഇതിന്റെ സൈസസ് വെച്ചിട്ട് നോക്കിയാലും മതി. സോ ഷോർട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്നത് NaCl ഉം പിന്നെ സീഷ്യം ക്ലോറൈഡും, ഈ രണ്ടാൾക്കാരാണ് ഷോർട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്നത്. AgCl ഉം ZnS ഉം Frenkel defect ആണ് കാണിക്കുന്നത്. ഓക്കെ, നെയിം എ ക്രിസ്റ്റൽ ഷോയിങ് ബോത്ത് ഷോർട്ട്കി ഡിഫക്റ്റ് ആൻഡ് Frenkel defect. Frenkel defectും ഷോർട്ട്കി ഡിഫക്റ്റും രണ്ടും കാണിക്കുന്ന ഒരു ക്രിസ്റ്റൽ പറയാൻ. സോ അതിനുള്ള മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു എക്സാമ്പിൾ ആണ് AgBr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, B. Schematic alignment of magnetic moments of ferromagnetic, antiferromagnetic and ferrimagnetic substances are given below. Identify each of them. So magnetic moment inde alignment ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. So first one എന്താ ഉള്ളത്? ഒന്ന് upward ആണെങ്കിൽ മറ്റേത് രണ്ടാമത്തെ ഡൗൺ, പിന്നെ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ, ഇങ്ങനെ എന്താ പറയാ ഈക്വൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ aligned in the opposite direction. അപ്പോൾ ഇതിന്റെ മൊമെന്റ് വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് പോകും, ഇതിന്റെ മൊമെന്റ് ഇത് വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ഇൻ ഇഫക്റ്റ് നമുക്ക് എന്താ കിട്ടുക? ഇതിന് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. സോ ഈ ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ആന്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഒന്നാമത്തത് ആന്റി ഫെറോമാഗ്നറ്റിക് ആണ്. രണ്ടാമത്തതും ഇതിലും അപ്വേർഡ് ഡൗൺവേർഡ് ഉണ്ട്, പക്ഷെ അൺഈക്വൽ നമ്പേഴ്സിലാണ് നിൽക്കുന്നത്. ഇതിലൂടെ നമുക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ കൂടുതൽ മൊമെന്റ്സ് അലൈൻ ചെയ്തിട്ടുണ്ട്, താഴത്തോട്ട് ആകെ രണ്ടെണ്ണേ ഉള്ളൂ. സോ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് മൊമെന്റ് അങ്ങനെ എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. എന്നാലും നമുക്ക് ഈ നെറ്റ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഒരു magnetic moment ഇതിലുണ്ടാകും. So this will be weakly attracted towards the magnetic field, but it's weaker when we compare to ferromagnetic substances. So ഈ ടൈപ്പിനെ നമ്മൾ ferrimagnetic പറയും. So രണ്ടാമത്തത് ferrimagnetic ആണ്.
മൂന്നാമത്തതിൽ മാഗ്നറ്റിക് മൊമെന്റ് എല്ലാം സെയിം ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. സോ these are very strongly attracted towards the magnetic field and ഈ സബ്സ്റ്റൻസസ് വെച്ചിട്ടാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ടാക്കാറുള്ളത്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ അലൈൻമെന്റ് പിന്നെ ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല, അത് പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് തന്നെ തുടരും. സോ ഈ മൂന്നാമത്തത് ഫെറോ മാഗ്നറ്റിക്കിന്റെ അലൈൻമെന്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഡയഗ്രാംസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. Then next question, question 5. Crystal defects give rise to some special properties in the solid. Solid some special properties ഉണ്ടാക്കുന്നുണ്ട് crystal defect. What is meant by Frenkel defect? Frenkel defect എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞതാണ്, ഒരു കാറ്റയോൺ അതിന്റെ ലാറ്റിസ് സൈഡിൽ നിന്ന് മിസ്പ്ലേസ് ചെയ്തിട്ട് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നതിനാണ് Frenkel defect എന്ന് പറയാം. Okay, why LICL does not show exhibit Frenkel defect? നേരത്തെ പറഞ്ഞ സെയിം സാധനം നേരത്തെ NaCl എന്തുകൊണ്ടാണ് കാണിക്കാഞ്ഞ എന്നാണ് ചോദിച്ചത്. ഇവിടെ LICL എന്നാണ് പറഞ്ഞത്. അപ്പൊ LICL സൈസ് ഓഫ് കാറ്റയോൺ സൈസ് ഓഫ് ആനയോൺ വലിയ ഡിഫറൻസ് ഇല്ല, അതുകൊണ്ട് Frenkel defect കാണിക്കില്ല. Then KCl crystal is colorless, but on heating it in an atmosphere of potassium vapor it becomes violet in color. Account for this. എന്തുകൊണ്ടാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലത്തെ ലിഥിയം ക്ലോറൈഡിന്റെ കേസ് പറഞ്ഞത് സെയിം കേസാണ്. അപ്പോൾ എഫ് സെന്ററിന്റെ ഫോർമേഷൻ കാരണമാണ്. അപ്പൊ എങ്ങനെയാണ് എഫ് സെന്റർ ഫോം ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. അപ്പൊ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമ്പിൾ തന്നിട്ടുള്ള എക്സാംസിൽ മാത്രം മാറ്റേണ്ടതേ ഉള്ളൂ. എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Schottky and Frenkel defects are stoichiometric defects. Okay, write any two differences between Schottky and Frenkel defects. First question il nammal cheytadana. Question വീണ്ടും repeat ചെയ്തു വരികയാണ്. ഇതെല്ലാം previous questions നടത്തതാണ്. Okay, so important ആയിട്ടുള്ള question ആണ്, ഒന്നുകൂടെ നോക്കി വെക്കുക. When pure NaCl crystal is heated in an atmosphere of Na vapors, it turns yellow. Give reason. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ NaCl ആണ് തന്നിട്ടുള്ളതെന്നേ ഉള്ളൂ. അപ്പോ സാധനം എല്ലാത്തിലും നടക്കുന്നത് ഫോർമേഷൻ ഓഫ് എഫ് സെന്റർ ആണ്. ഓക്കെ, തിയറി വരുന്നത് സെയിം തന്നെയാണ്. പേപ്പറിൽ വെച്ചിട്ട് ചൂടാക്കുമ്പോൾ ഈ Na ആറ്റംസ് നമ്മുടെ ക്രിസ്റ്റലിന്റെ സർഫേസിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാറ്റിസിന്റെ ഉള്ളിലുള്ള കുറച്ച് Cl- അയോൺസിന്റെയും സർഫേസിലോട്ട് ഡിഫ്യൂസ് ചെയ്താണ്ട് ആ Na ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്യും. Na ആറ്റം ഒരു ഇലക്ട്രോണിനെ പുറത്തുവിട്ടിട്ട് Na പ്ലസ് ആയി മാറും. അങ്ങനെയാണ് NaCl ആവുന്നത്. ഈ ഇലക്ട്രോണ് ആ ആനയോണിക് വേക്കൻസിയിൽ വന്നിട്ട് ഓക്യുപ്പൈ ചെയ്യും. സോ ഇത് അവിടെ ഈ ഇലക്ട്രോൺ ഇങ്ങനെ ആനയോൺ വേക്കൻസിയിൽ വന്ന് നിൽക്കുമ്പോൾ അതിന് ഒരു യെല്ലോ കളർ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സിമിലർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ now question number 7. Solids can be classified into 3 types based on their electrical conductivities. Name 3 types of solids classified on the basis of electrical conductivity. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ബേസിൽ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒന്നാമത് കണ്ടക്ടർ, then സെമി കണ്ടക്ടർ, then ഇൻസുലേറ്റർ. ഇതാണ് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. Then question number 2. How will you explain such classification based on band theory? Band theory വെച്ചിട്ട് എങ്ങനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക? സോ എന്താ പറയുന്നത് നോക്കാം. In conductors, the valence band is either partially filled or it is overlapped with the conduction band. Conductors ആണെന്നുണ്ടെങ്കിൽ വാലൻസ് ബോണ്ട് ഒന്നുകിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും, അല്ല എങ്കിൽ അത് കണ്ടക്ഷൻ ബാൻഡുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. സോ ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഒന്നെങ്കിൽ മെറ്റൽസ് ആണെങ്കിൽ മെറ്റൽസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കണ്ടക്ടേഴ്സ്. സോ മെറ്റൽസിൽ ഒന്നെങ്കിൽ പാർഷ്യലി ഫിൽഡ് ബാൻഡ് ആയിരിക്കും, അല്ല എങ്കിൽ ഇതില് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ബാൻഡും അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും കിടക്കുക. Okay, then in semiconductors there's a small energy gap between valence band and conduction band, so a few electrons can move from valence band to conduction band. So idana semiconductor inde case idile valence bandum conduction bandum empty aayittulla conduction bandum thamil cheriya oru energy gap undava. So sufficient energy ulla korchu electrons ne endu cheyan കഴിയും, valence band il ninnum conduction band ilotte move cheyan കഴിയും. So അങ്ങനെ ആ ഒരു ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടക്കുമ്പോഴാണ് കണ്ടക്ഷൻ നടക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്
There's a large gap between valence and conduction band. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വലിയ ഒരു എനർജി ഗ്യാപ്പ് ഉണ്ട്. ഈ എനർജി ഗ്യാപ്പിനെ നമ്മൾ ഫോർബിഡൻ സോൺ എന്നാണ് വിളിക്കുക. സോ ഇത്രയും വലിയൊരു എനർജി ഗ്യാപ്പ് ക്രോസ് ചെയ്തിട്ട് ഇലക്ട്രോൺസിന് ഈ ഫീൽഡ് ബാൻഡിൽ നിന്ന് എം ടി ബാൻഡിലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഈ ഒരു മൂവ്മെന്റ് നടക്കാത്തത് കൊണ്ട് ഇൻസുലേറ്റേഴ്സിൽ കണ്ടക്ഷൻ ഉണ്ടാവുകയില്ല. സോ കണ്ടക്ടേഴ്സിലായിരിക്കും കണ്ടക്ഷൻ ഏറ്റവും കൂടുതൽ. സെമി കണ്ടക്ടേഴ്സിൽ ഇൻസുലേറ്ററിന്റെയും കണ്ടക്ടേഴ്സിന്റെയും ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള കണ്ടക്ഷനും ഉണ്ടായിരിക്കും. Okay, so let's move on to the next question. Question number 8. Every substance has some magnetic properties associated with it. How will you account for the magnetic properties? Hello. Then paramagnetic property, ferromagnetic property. ഈ രണ്ട് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് നിങ്ങൾ അക്കൗണ്ട് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. Okay, so first one, paramagnetic substances. Paramagnetic substances are weakly attracted by an external magnetic field. നമ്മൾ ഒരു external magnetic field apply ചെയ്തു കഴിഞ്ഞാൽ paramagnetic substance ആ magnetic fieldനോട്ട് weak ആയിട്ട് attract ചെയ്യും. Okay, paramagnetism is due to the presence of one or more unpaired electrons. Unpaired electronsന്റെ presence കാരണമാണ് paramagnetism arise ചെയ്യുന്നത്. They are temporary magnets. ടെമ്പററി ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും അപ്പൊ തന്നെ ഇല്ലാതാവും. ഓക്കെ, O2 ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആണ്. ദെൻ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അതാണ് രണ്ടാമത്തെ ചോദിച്ചിട്ടുള്ളത്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. Ferromagnetic substances are very strongly attracted by an external magnetic field and can be permanently magnetized. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് അട്രാക്റ്റഡ് ആവും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് അവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാലും ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടുന്നില്ല. ഇറ്റ് വിൽ ബി പെർമനന്റ്ലി മാഗ്നറ്റൈസ്ഡ്. ഓക്കെ, here the magnetic moments are aligned in one direction and have a permanent magnetic moment. So അതുകൊണ്ട് എന്തുണ്ട്, ഇതിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. അയൺ ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ബി. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ ടു എലമെന്റ്സ് പി ആൻഡ് ക്യൂ. പി ക്യൂ എങ്ങനെ രണ്ട് എലമെന്റ്സ് ചേർന്നിട്ട് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ആറ്റംസ് ഓഫ് ക്യൂ, ക്യൂ ആനയോൺ ആണെന്ന് തന്നിട്ടുണ്ട്. Okay, it makes HCP lattice. HCP lattice ലാണ് ആനോൺസ് ഇരിക്കുന്നത്. And those of element P as cations occupy all the tetrahedral voids. What is the formula of the compound? കോമ്പൗണ്ടിന്റെ ഫോർമുല എന്താണ്? സോ നമ്മൾ പാർട്ട് 1 ആണ് ഈ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ HCP ലാറ്റിസ് ആകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾക്ക് എത്രത്തോളമാണോ ആ ലാറ്റിസ് മേക്കപ്പ് ചെയ്യുന്ന ആറ്റംസ് ഉള്ളത് അത്ര തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ്സും അതിന്റെ ഡബിൾ നമ്പർ ടെട്രാഹെഡ്രൽ വോയിഡ്സും ആണ് ഉണ്ടാവുക. സോ HCP ലാറ്റിസ് ഉള്ള എത്ര ആറ്റംസ് ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഡബിൾ എന്തുണ്ടാവും, ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. ഈ ടെട്രാഹെഡ്രൽ വോയിഡ്സിലാണ് കാറ്റയോൺ P വന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് ദ നമ്പർ ഓഫ് ക്യൂ ആറ്റം ബി എക്സ്. അതായത് HCP ലാറ്റിസിൽ നിൽക്കുന്ന ക്യൂ ആറ്റംസിന്റെ എണ്ണം എക്സ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ then number of tetrahedral voids അതിന്റെ ഡബിൾ ആയിരിക്കും, that is 2x. Since all the tetrahedral voids are occupied by p atoms, atom p tetrahedral voids ആണല്ലോ occupy ചെയ്തിട്ടുള്ളത്. So number of p atom is equal to 2x. So ratio between p and q എന്ന് പറഞ്ഞാൽ 2x is to x. അതായത് x ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 2:1 എന്ന് കിട്ടും. അതുകൊണ്ട് കോമ്പൗണ്ടിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ P2Q ആയിരിക്കും. സോ ഈ രീതിയിലാണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്. തന്നിട്ടുള്ളതിൽ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ഷോർട്ട് കീ ഡിഫക്ട്. ഷോർട്ട് കീ ഡിഫക്ട് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് ആണ്. ദെൻ ഫ്രെങ്കൽ ഡിഫക്ട്, ഇതും ഒരു സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന് എക്സാമ്പിൾ ആണ്. Interstitial defect, ഇതും സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് തന്നെയാണ്. ദെൻ ഫോർത്ത് വൺ വരുന്നത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് ആണ്. എന്താണ് ഏതാണെന്നുള്ളത് വിശദമായിട്ട് നമ്മൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. സോ ആൻസർ വരുന്നത് ഫോർത്ത് വൺ ആയിരിക്കും. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് കുഡ് മേക്ക് ബെറ്റർ പെർമനന്റ് മാഗ്നറ്റ്? ഫെറി മാഗ്നറ്റിക് ഓർ ഫെറോമാഗ്നറ്റിക്? ജസ്റ്റിഫൈ യുവർ ആൻസർ.
അപ്പോൾ ഫെറി മാഗ്നറ്റിക് ആണോ ഫെറോ മാഗ്നറ്റിക് ആണോ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓബിയസ്ലി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈ? Ferromagnetic substances are permanent magnet because here the magnetic moments, അതായത് അതിലെ domains എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ are aligned in the same direction and even after the removal of external magnetic field. External magnetic field നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഡൊമൈൻസ് സെയിം ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് കിടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫെറി മാഗ്നറ്റിക്കിനേക്കാളും ferromagnetic substances ആണ്. അത് ഓർത്തു വെക്കുക. Okay, then in terms of band theory, write the difference between conductor and insulator. Conductor insulator തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. So in conductors the valence band is either partially filled or it is overlapping with the conduction band. Conduction bandുമായിട്ട് ഒന്നെങ്കിൽ overlap ചെയ്ത് കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ partially filled ആയിരിക്കും conductorsന്റെ കേസിൽ. Then in insulators there's a large gap between valence band and conduction band. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ലാർജ് ഗ്യാപ്പ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വിശദമായിട്ട് ഇത് ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. ZnO turns yellow on heating. Why? ZnO ചൂടാക്കി കഴിഞ്ഞാൽ യെല്ലോ കളറാവും. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ഡ്യൂ ടു മെറ്റൽ എക്സസ് ഡിഫെക്ട്, due to extra cation or due to the presence of interstitial electron. Metal excess defect ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ആ ഒരു metal excess defect due to extra cation or due to presence of interstitial electron കാരണമാണ് ZnO ക്ക് ഹീറ്റിംഗിൽ ഒരു യെല്ലോ കളർ വരുന്നത്. ഓക്കെ, എന്താ ഉണ്ടാവുന്നത് നോക്കാം. When ZnO crystals are heated, a part of the crystal decomposed and loses oxygen as follows. അതായത് ZnOനെ നമ്മൾ എടുത്തിട്ട് ചൂടാക്കുമ്പോൾ ഇതിലുള്ള കുറച്ച് പാർട്ട് എന്ത് ചെയ്യും? ഡികമ്പോസ് ചെയ്യും. ഡികമ്പോസ് ചെയ്തിട്ട് Zn2+ അയോൺസും പിന്നെ ഓക്സിജൻ രണ്ടും റീകമ്പൈൻ ചെയ്തിട്ട് O2 ആയിട്ട് പുറത്തു പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ZnO ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Zn2+ + half O2 + 2 ഇലക്ട്രോൺ ഇങ്ങനെ കിട്ടും. ഓക്കെ, ദെൻ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ പുറത്തോട്ട് എസ്കേപ്പ് ആയി പോകും. എന്നിട്ട് ഈ എക്സസ് വന്നിട്ടുള്ള Zn2+ ഉണ്ട്. ഈ Zn2+ പിന്നെ എക്സസ് ആണല്ലോ, അതിന്റെ ആനിയോൺ പിന്നെ അവിടെ ഇല്ല. അപ്പോൾ ഈ Zn2+ എന്ത് ചെയ്യും? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലോട്ട് മൂവ് ചെയ്യും. പിന്നെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, അയോണിക് സോളിഡ് ആകുമ്പോൾ മൊത്തം പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. അല്ലാതെ ഒരു ചാർജ് മാത്രം എക്സസ് ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. സോ ഈ Zn2+ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോട്ട് മൂവ് ചെയ്യും. ആ ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ഇലക്ട്രോൺ, ഈ എക്സ്ട്രാ വരുന്ന 2 ഇലക്ട്രോൺ അതിന്റെ തൊട്ടടുത്തുള്ള നൈബറിംഗ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോട്ട് വന്ന് നിൽക്കും. സോ ഈ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കാരണമാണ് ZnO കളർ ചേഞ്ച് ചെയ്തിട്ട് യെല്ലോ കളറിലോട്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Distinguish ferromagnetism and ferrimagnetism. Ferromagnetism, ferrimagnetism distinguish ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ്? മാഗ്നറ്റിക് മൊമെന്റ്സ് സെയിം ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്തിട്ടാണ്. ആൻഡ് എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇത് മാഗ്നറ്റ് ആയിട്ട് തന്നെ തുടരും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എക്സാമ്പിൾ അയൺ. ദെൻ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണ് എങ്കിൽ they also have a net magnetic moment. ഇതിനും ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. പക്ഷേ here the magnetic moments are aligned in opposite directions but in unequal manner. unequal number ആയിട്ട് മാഗ്നറ്റിക് മൊമെന്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് കിടക്കുന്നുണ്ടാവും. സോ എവിടെയാണോ ഏത് ഡയറക്ഷനിലോട്ടാണോ കൂടുതൽ മാഗ്നറ്റിക് മൊമെന്റ് അലൈൻ ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് ഒരു നെറ്റ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. സോ അതിന് എക്സാമ്പിൾ ആണ് മാഗ്നറ്റൈറ്റ് Fe3O4. Okay, then next question. Classify each of the following as being either a p-type or n-type semiconductor. ഈ താഴെ തന്നിട്ടുള്ള എക്സാമ്പിൾസ് p-type semiconductor ആണോ n-type semiconductor ആണോ എന്ന് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ജർമേനിയം, സിലിക്കൺ ഇത് രണ്ടും ഏതാണ്? 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് എന്താ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 14th ഗ്രൂപ്പ് എലമെന്റ്സ്. സോ ഇതില് ഡോപ്പ് ചെയ്യാൻ വേണ്ടി, ഡോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സിന്റെ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് മാത്രമേ ഈ ഒരു
സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി ഉണ്ടാവുള്ളൂ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാനുള്ള. സോ അതിന്റെ കണ്ടക്ഷൻ വളരെ വളരെ കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ കണ്ടക്ഷന്റെ ഒരു ഇത്തിരി കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് എന്തെങ്കിലും ഒരു ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഡോപ്പ് ചെയ്യാൻ നമ്മൾ ഒന്നെങ്കിൽ 13th ഗ്രൂപ്പിലുള്ള എലമെന്റിനെയോ ഓ 15th ഗ്രൂപ്പ് എലമെന്റിനെയോ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ 13th ഗ്രൂപ്പ് എലമെന്റ് ആണ് ബോറോൺ ആൻഡ് 15th ഗ്രൂപ്പ് എലമെന്റ് ആണ് ആർസനിക്. ഓക്കെ, അപ്പൊ 13th ഗ്രൂപ്പ് എലമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുക പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. ദെൻ 15th ഗ്രൂപ്പ് എലമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോം ചെയ്യുന്ന സെമി കണ്ടക്ടർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. അത് ഓർത്തു വെക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Frankel defect and Schottky defects are two stoichiometric defects found in crystalline solids. Crystalline solids il കാണുന്ന രണ്ട് stoichiometric defects ആണ് Frankel defect ഉം Schottky defect ഉം. What are stoichiometric defects? Stoichiometric defects എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എന്താണ് നോക്കാം. These are defects which does not change the stoichiometry of a compound. ഒരു കോമ്പൗണ്ടിന്റെ stoichiometry ചേഞ്ച് ചെയ്യാത്ത ഡിഫെക്ട്സിനെയാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സ് എന്ന് പറയും. ഇപ്പോ ഷോർട്ട്കി ഡിഫെക്റ്റ് ആണ് എങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോണും ആനയോണും ആണ് മിസ്സായി പോകുന്നത്. അതൊരിക്കലും സ്റ്റോഷിയോമെട്രിയെ ബാധിക്കുന്നില്ല. ദെൻ ഫ്രെങ്കൽ ഡിഫെക്റ്റ് ആണ് എങ്കിലോ ആനയോണ് ഡിസ്പ്ലേ കാറ്റയോണ് അതിന്റെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് ഡിസ്പ്ലേസ് ആയിട്ട് അത് അതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പോയിട്ട് നിൽക്കണം. അല്ലാതെ ഇത് പുറത്തോട്ട് ലൂസ് ആയി പോകാത്തതുകൊണ്ട് അതും സ്റ്റോഷിയോമെട്രിയെ ബാധിക്കുന്നില്ല. ഓക്കെ, Write any two differences between Schottky and Frankel defect. വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ റെഫർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1. Then identify the substance or substances which shows Frankel defect. താഴെ തന്നിട്ടുള്ള സാധനങ്ങളിൽ താഴെ തന്നിട്ടുള്ള സബ്സ്റ്റൻസസിൽ Frankel defect കാണിക്കുന്ന സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും. ഓക്കെ, അപ്പൊ NaCl Schottky defect ആണ് കാണിക്കുന്നത്. KCl ഉം Schottky defect ആണ് കാണിക്കുന്നത്. ZNS ഉം AgBr ഉം AgBr both Frankel defect ഉം and Schottky defect കാണിക്കുന്നുണ്ട്. AgBr Frankel defect ഉം കാണിക്കുന്നുണ്ട്, Schottky defect ഉം കാണിക്കുന്നുണ്ട്. ZNS Frankel defect കാണിക്കുന്നുണ്ട്. സോ ZNS and AgBr ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ഇത്രയുമാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റിംഗ് ആണ്. സോ NCERT എന്തായാലും ഒരു വട്ടം വായിക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, താങ്ക് യു.